നമസ്കാരം. ഇന്ന് വറുത്തരച്ച ചിക്കൻ കറിയാന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് കഴുകി വെച്ച ചിക്കന്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ തേങ്ങ, ഉപ്പ്, ചിക്കൻ മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയാണ് വേണ്ടത്. മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത്രയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി വറുത്തെടുക്കുകയെന്ന്. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുക, അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ വഴറ്റണമൊന്നുമില്ല. അത് കാരണം തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. പച്ചമണമൊക്കെ കുത്തുന്ന് പറയും, കുത്തുന്നത് കുറക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് നല്ല കറക്റ്റായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാനുള്ള പരിപാടി തുടങ്ങാം. അതിനാദ്യം ഒരു നല്ല പാത്രം എടുക്കുക. അതിനുശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ എടുക്കുക. എന്നിട്ടാകുമ്പോൾ അതിൽ സ്ക്വയറായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പിന്നെ ഈ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞങ്ങളുടെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ കുരുമുളക് ഞാൻ നല്ലോണം ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റ് നമുക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അത് കാരണം കുരുമുളക് കുറച്ച് നല്ലോണം ഇട്ടിട്ടുണ്ട്. പിന്നെ 2 കറിവേപ്പില ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈനെ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി, വേറെ കയ്യിലൊന്നും എടുക്കണമെന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ വറുത്തരച്ച ചിക്കൻ കറി പറയുന്നത്. വലിയ പണിയൊന്നുമില്ല. കണ്ട, എല്ലാം ഇങ്ങനെ വഴറ്റൽ പണിയൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടാൽ വേറെ തന്നെ ടേസ്റ്റാട്ടോ. ഞാനിവിടെ ഇപ്പം തേങ്ങാക്കൊത്തൊന്നും ഇടുന്നില്ല. ഇതിടാൻ മറന്നുപോയി. മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി വറുത്തത് അതും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കയ്യിലിനെ കൊണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവട്ടെ നന്നായിട്ട്. ചിക്കന് പിന്നെ നല്ലോണം വേവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നന്നായിട്ട് വേവട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറം വറുത്തരക്കാനുള്ള തേങ്ങയില്ലേ, അത് വറുത്തെടുക്കാം. അതിന് പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയിൽ തന്നെ ആക്കണം കേട്ടോ. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് നല്ല രസമല്ലേ. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നല്ല നീളത്തിൽ അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് നല്ലോണം ഇട്ടാൽ നല്ലതാട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ചാറ് എത്രയാണ് വേണ്ടത്, ചിക്കൻ്റെ അളവ് എത്ര, അതിന് കണക്കായിട്ടില്ല തേങ്ങ എടുത്താൽ മതി കേട്ടോ. അതെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കുക. ഇത് നല്ലോണം വറുത്തെടുക്കുക. അതിലേക്ക് ഞാൻ 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് അരക്കുന്ന സമയത്തുണ്ടല്ലോ, അതിൽ കുറച്ച് ജീരകം കൂടി ഇടണം. അതിന് ഞാൻ ജീരകം എടുത്ത് വെച്ചിന്. ഇത് തണിഞ്ഞതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇത് തണിഞ്ഞതിന് ശേഷം ഇത് അരച്ചെടുത്തത് കണ്ട. ചിക്കൻ വെന്തിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ടായില്ലേ നമ്മൾ. ആ ചിക്കൻ നന്നായിട്ട് ആയിട്ടുണ്ട്, തിളച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടില്ലേ മിക്സ് തേങ്ങേൻ്റെ അത് എടുത്ത് ഒഴിക്കുക. കണ്ട, ഇനി ഇത് ജസ്റ്റ് തിളച്ചാൽ മതിയായി, കറി റെഡിയായി. തേങ്ങാക്കൊത്തും കൂടി ഉണ്ട്, അതും കൂടി ഇട്ടാൽ മതി. കറി നന്നായിട്ടായിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട് കറി. ശരിക്കും അവൽ കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കുറേയും കൂടി തിക്നെസ് തോന്നും. ഞാനിത് വറുത്തിടാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അതിന് പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവോള അല്ലെങ്കിൽ ഉള്ളി ഇങ്ങനെ ചെറുങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അത് ഇട്ടിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുള്ളി വേണം റൗണ്ടിൽ അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഞങ്ങൾ പൊതുവെ ഇവിടെ സവോള ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്.
കറിവേപ്പില ആവശ്യത്തിന് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളത് ചോന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു. നമ്മൾ ചിക്കൻ കറി റെഡിയായേ, വലിയ പണിയൊന്നുമില്ലല്ലോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? വറുത്തരച്ച ചിക്കൻ കറിക്ക് വലിയ പണിയേ ഇല്ല. നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. രണ്ടാമത്തെ ദിവസമാണ് ഏറ്റവും ടേസ്റ്റ്. രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് തൊട്ടെടുക്കാൻ തുടങ്ങിക്കും. അത് ഏറ്റവും ടേസ്റ്റ്. നല്ല വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടിയും ദോശയോ ഇഡ്ഡലിയോ എല്ലേൻ്റെ കൂടിയും തിന്നാട്ടോ. ചപ്പാത്തിയൊക്കെ എന്നാൽ സൂപ്പറാണ്, നിൽക്കും ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.